നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹോൾ ചിക്കൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ജ്യൂസിയും സ്പൈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഡിലായിട്ടാണ് നമ്മളിത് ഒരു പാനിൽ വെച്ചിട്ട് തന്നെയാണ് മുഴുവനായിട്ടുള്ള ഈ ഒരു ചിക്കൻ റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് പെട്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചിക്കൻ റെസിപ്പിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ പെരി പെരി ചിക്കൻ മസാല പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് പകരമായിട്ട് നമുക്ക് മന്തി മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു പെരി പെരി ചിക്കൻ ചേർക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് കൂടാതെ നമ്മളൊരു 3 പച്ചമുളക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് പുതിനയില ആവശ്യമുണ്ട്. ഒരു നാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, ഒരു മാഗി ക്യൂബും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയുമാണ്. ഇത് കൂടാതെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും കൂടാതെ നമുക്ക് കുറച്ച് തൈരും അതുപോലെ തന്നെ ഓയിലൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കിങ്ങിലേക്ക് കിടക്കാം. നമ്മളിവിടെ ഒരു ചിക്കൻ മുഴുവനായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് കണ്ടില്ലേ, നല്ല ക്ലീൻ ചെയ്ത് സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ ഈ ഒരു ചിക്കൻ്റെ മുഴുവൻ ഭാഗത്തും ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ചിക്കനൊക്കെ എല്ലായിടത്തും ഒന്ന് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടി, പെരി പെരി ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. മാഗി ക്യൂബ്, പച്ചമുളക്, പുതിനയില, അതുപോലെ മല്ലിയില, ക്യാപ്സിക്കം എല്ലാം തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഈ ഒരു മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ എന്താ പറയുക 1 ടീസ്പൂൺ നിറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ നമ്മൾക്ക് ഈ ഒരു മസാല കുഴച്ചെടുക്കാൻ പാകത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ മതിയാവും കേട്ടോ. കാരണം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്, തൈര് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു വാട്ടർ കണ്ടന്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കൈവച്ച് തിരുമ്മി കുഴച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല ഈ ഒരു ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് മസാലയൊക്കെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിക്കനിൽ എല്ലായിടത്തും ഈ ഒരു മസാല എത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പെരി പെരി ചിക്കൻ മസാല പൗഡറിൽ ഉപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ മാഗി ക്യൂബിൽ ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഇപ്പം ഞാനിവിടെ 1 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ, അത് കറക്റ്റ് ആയിരുന്നു. ഇനി ഈ ഒരു ചിക്കൻ നമ്മൾ അടച്ചു വെക്കുകയാണ്. കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മളൊരു 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മളിത് ചിക്കൻ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ചിക്കനിൽ നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ കാലൊക്കെ ഒന്ന് ചേർത്തി ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഫ്ലോപ്പ് ആയിട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പറുദീസ ചിക്കൻ റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരല്പം കുഴിയുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വളരെ കുറഞ്ഞ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് 1 ടീസ്പൂൺ അളവിനൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി വെളിച്ചെണ്ണയൊക്കെ ഇതിൽ നല്ലോണം തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ചേർത്ത് ആ പാനിലൊന്നും ആവുന്നതിന് വേണ്ടി ചേർത്ത് നമ്മൾ ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് എന്താ പറയുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. സമയം കഴിയും തോറും നമ്മൾ ചിക്കൻ തിരിച്ചിടുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇത് കണ്ടില്ലേ, നമ്മൾ നേരത്തെ കുത്തി കൊടുത്ത ടൂത്ത് പിക്കൊക്കെ ഇത് ഊരി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതെടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം ഈ ഒരു മസാലയൊക്കെ ഈ ഒരു ചിക്കൻ്റെ മുകളിലേക്ക് കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരിക്കണം. നമ്മൾ ഓരോ പ്രാവശ്യം ഇത് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു മസാല നമ്മളിങ്ങനെ ചിക്കൻ്റെ മുകളിൽ കൂടെ എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മൾ ഈ ഒരു ചിക്കൻ കുക്ക് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓവർ ഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. നമ്മളിത് ഹോൾ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ വേവിച്ചെടുക്കേണ്ട ആവശ്യം കൂടെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, കുറച്ച് സമയം കഴിയും തോറും നമ്മൾ ചിക്കൻ തിരിച്ചൊക്കെ ഇടുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിച്ച് വളരെ പതുക്കെ മാത്രം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ കൈ വേറെ കാല് വേറെ ആയിട്ട് ഇങ്ങനെ പൊട്ടി വരാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൂടെ വളരെ പതുക്കെ നമ്മൾ ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുക.
പിന്നെ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ ഇതേതുപോലെ മസാല ഒഴിച്ചു കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ എന്താ പറയുക, ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ വളരെ കുറഞ്ഞ തീയിലല്ലേ, കുറച്ച് സമയം എടുത്ത് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഒരു അരമണിക്കൂർ, ഒരു 25 മിനിറ്റ്, ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊന്ന് പൊട്ടിച്ച് നോക്കി, നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പൊട്ടിച്ച് മാത്രമല്ല കേട്ടോ, ഞാനത് കഴിച്ചു നോക്കി, ഒരു രക്ഷയില്ല, അപാര രുചി, അടിപൊളി ചിക്കൻ ആണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു ചിക്കൻ വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്പൈസിയും ജ്യൂസി ആയിട്ടുള്ള നല്ല കിഡിലൻ ചിക്കൻ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്